എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഒരു അപ്പമാണ്. ഈസ്റ്റ്, സോഡാപ്പൊടി, തേങ്ങ ഇതൊന്നും ഇല്ലാണ്ട് നല്ല ടേസ്റ്റിൽ നല്ല സൂപ്പർ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇത് വെള്ളയപ്പത്തിനായാലും കള്ളപ്പത്തിനായാലും വട്ടയപ്പം ആയാലും പാലപ്പം ആയാലും ഇതേ രീതിയിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത കള്ളാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ കള്ളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കുക. തേങ്ങ വെള്ളം കൊണ്ട് നമ്മൾ വീട്ടിൽ കള്ളുണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. വളരെ രുചിയിലും നല്ല മയത്തിലും നല്ല രുചിയുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് തേങ്ങാവെള്ളത്തിൽ പഞ്ചസാര ഇട്ട് വെച്ച് കള്ളുണ്ടാക്കിയാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതേ മെത്തേഡ് നമ്മൾക്കിവിടെ യൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സോഡാപ്പൊടിയൊക്കെ യൂസ് ചെയ്യുമ്പോൾ വയറിന് പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ ഈ നാച്ചുറൽ വേയിൽ നിങ്ങൾ അപ്പത്തിൻ്റെ മാവ് പുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും കൊണ്ടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ 1/2 കിലോ അരിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 2 കപ്പ് പച്ചരി കുതിർക്കുക. അത് കുതിർത്ത് കഴിയുമ്പോൾ 3 കപ്പായിട്ട് അത് വികസിക്കും. അതിലേക്ക് നമ്മൾ തേങ്ങാവെള്ളം പഞ്ചസാര ഇട്ട് വെച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കള്ള് 1 കപ്പ് നിങ്ങൾ ഒഴിക്കണം. അപ്പം നിങ്ങൾ 1 ഗ്ലാസ് തേങ്ങാവെള്ളമാണുണ്ടെങ്കിൽ അതിൽ ഒരു സ്പൂൺ പഞ്ചസാര ചേർത്ത് നിങ്ങൾ അതിനെ കള്ളാക്കി എടുക്കുക. ആ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും എങ്ങനെയാണ് കള്ളുണ്ടാക്കി എടുക്കുന്നത് എന്നുള്ളത്. കൃത്യമായിട്ട് നല്ല ചൂടുള്ള സ്ഥലത്ത് വെച്ചെങ്കിൽ നല്ല ഒന്നാന്തരം കള്ള് നിങ്ങൾക്ക് കിട്ടും. ചിലർക്കൊക്കെ സംശയമുണ്ട് ഈ കള്ള് കുടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. ഇത് കുടിക്കാൻ പറ്റില്ല. ആ 3 കപ്പ് അരിയിലേക്ക് 1 കപ്പ് കള്ളൊഴിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മാവാണിത്. നല്ല കുറുകിയാണ് ഈ മാവിരിക്കുന്നത് കേട്ടോ. 1/2 കിലോ കൃത്യം അരിയാണ്. 1 കിലോ പാക്കറ്റിന് 2 ആക്കി എടുത്തതിന് ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അളവാണ് ഈ പറയുന്നത്. ഇനി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആവശ്യമുണ്ട്. 1 കപ്പ് ചോറ് വേണം. നമ്മൾ കുറുക്കി ചേർക്കുന്നില്ല, പകരം നമ്മൾ 1 കപ്പ് ചോറ് എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ ജീരകം പൊടിച്ചത് ചേർക്കാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചേർക്കാം. കൂട്ടത്തിൽ 1 കൈ നിറയെ അല്ലെങ്കിൽ ഒരു 5-8 ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ചേർത്ത് ഈ കൂട്ടത്തിൽ അരച്ചെടുക്കണം. തേങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുന്നതേ ഇല്ല. അപ്പം നമ്മളുടെ ഈ ചോറും ജീരകവും ഉള്ളിയും കൂടെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നിങ്ങൾ അരച്ചെടുക്കുക. അരച്ചതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിയിലേക്ക് ഇത് കൂട്ടിച്ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സി കഴുകി നമ്മളുടെ അരച്ച മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് നന്നായിട്ടൊന്ന് യോജിക്കട്ടെ. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഉപ്പും ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. കൈകൊണ്ട് ഇളക്കുന്നത് തന്നെയാണ് നല്ലത്. പഞ്ചസാര അധികം മധുരം അപ്പത്തിന് വേണ്ട എന്നുള്ളവർ പഞ്ചസാരയുടെ അളവ് നിങ്ങൾ കുറയ്ക്കേണ്ടതാണ്. ഇനി പഞ്ചസാര ചേർക്കണ്ട എന്നാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇപ്പോൾ കറി കൂട്ടി കഴിക്കാനുള്ള അപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പഞ്ചസാര ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. അതുപോലെ തന്നെ ഉപ്പിൻ്റെ അളവ് 1 ടീസ്പൂൺ നിറയെ പറഞ്ഞിട്ടുണ്ട്. ആ 1 ടീസ്പൂൺ എന്നുള്ളത് ഈ അളവിന് നമുക്ക് ലേശം കുറവാണ്. ഉപ്പ് ഒരല്പം കുറച്ചാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കാൻ നമുക്കറിയാമല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. ചിലർക്ക് അല്പം മുന്നേക്ക് വേണം, ചിലർക്ക് ഒരിച്ചിരി കുറച്ച് വേണം. അപ്പോൾ അത് നിങ്ങളുടെ പാകത്തിനാക്കി എടുത്തുകൊള്ളുക. മിനിമം 1 ടീസ്പൂൺ ഉപ്പ് നിങ്ങൾ ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 1 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്തു. 1 ഗ്ലാസ് വീട്ടിലുണ്ടാക്കിയ കള്ളും ചേർത്താണ് നമ്മൾ ഈ മാവ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് തണുപ്പ് രാജ്യങ്ങൾ, UK പോലെയുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടുപ്പിനടുത്ത് വെച്ചാൽ മാത്രം മതി. ഇത് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നോളും. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റേഡിയേറ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ വെക്കുക. അപ്പോൾ മാവ് നല്ല ചൂട് കിട്ടിയിട്ട് നന്നായിട്ടത് പുളിച്ച് പൊങ്ങും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഗുമ്മെന്ന് ഇങ്ങനെ പൊങ്ങി വരികയല്ലേ, അങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരുമെന്ന് വിചാരിക്കരുത്. മാവ് നന്നായിട്ട് പുളിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടേസ്റ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേണ്ട ഞാൻ ഈ മാവിനെ അതിനെ അരച്ചിട്ട് ഞാൻ ചോറൊക്കെ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മുടെ അടുപ്പിനടുത്ത് തന്നെ വെച്ചതേ ഉള്ളൂ. വേറെ എങ്ങോട്ടേക്കും കൊണ്ടുപോയിട്ടില്ല. രാത്രി 10:30 ആയപ്പോൾ ഞാൻ അരച്ചു വെച്ചു. അതിനുശേഷം രാവിലെ 7:30 ആയപ്പോൾ ഞാൻ അപ്പം ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഈസ്റ്റും സോഡാപ്പൊടിയും തേങ്ങയും ഇല്ലാത്ത അപ്പമാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു 10 മണിക്കൂറിന് ശേഷം ഇങ്ങനെയാണ് നമ്മുടെ മാവ് ഇരിക്കുക. നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾ ചുട്ടെടുക്കുക. വെള്ളയപ്പം പോലെയോ കള്ളപ്പം പോലെയോ ചുട്ടെടുക്കണം.
അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ തേങ്ങാ വെള്ളത്തിൽ അതായത് നമ്മൾ കള്ളൊഴിച്ച് അപ്പം ഉണ്ടാക്കുമ്പോൾ അത് പെട്ടെന്ന് പുളി ടേസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അരച്ച് വെക്കുന്ന മാവ് മുഴുവനും തന്നെ ഒന്നെങ്കിൽ അപ്പം ഉണ്ടാക്കി വെക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ള മാവ് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 1/2 കിലോ അരിക്ക് നല്ല വലിപ്പമുള്ള അപ്പമാണെങ്കിൽ ഒരു കണക്ക് പറയാനായിട്ടാണെങ്കിൽ 15 അപ്പമാണ് അതിൻ്റെ ഒരു കണക്ക്. പക്ഷേ ഞാനിവിടെ 21 അപ്പം ചെറിയ അപ്പമായിട്ട് ഞാൻ ഉണ്ടാക്കി 21 അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു മണവും രുചിയും ഒക്കെ ഉള്ള ഒരു അപ്പമാണ്, ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വേനൽക്കാലമാണ്, അപ്പോൾ തീർച്ചയായിട്ടും ഈസ്റ്റിൻ്റെ സോഡാപ്പൊടിയുടെയൊക്കെ ഉപയോഗം കുറച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഹെൽത്തി ഓപ്ഷൻസ് നമുക്ക് നോക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് സാധിക്കും. ഞാനിവിടെ തണുപ്പ് കാലത്ത് ചെയ്ത ഒരു വീഡിയോ ആണിത്, ഞാൻ ഇടാനായിട്ട് ലേറ്റ് ആവുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ചുട്ടെടുക്കുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് പൊങ്ങി വരുന്നതും അതിൻ്റെ ഹോൾസ് വരുന്നതും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ അപ്പത്തിൻ്റെ മയം സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അപ്പം മുരിച്ചെടുക്കുക എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മുരിക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് ബ്രൗൺ ഷെയ്ഡ് വരുന്ന ഇഷ്ടമില്ലാത്തവർക്ക് തീ കുറച്ചിട്ട് നിങ്ങൾക്ക് വെള്ള കളറിൽ തന്നെ അപ്പം ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. എത്ര മയത്തിലാണ് ഈ അപ്പം ഇരിക്കുന്നത് നോക്കണം. അതുപോലെ തന്നെ ആ സോഫ്റ്റ്നെസ് നിങ്ങൾക്ക് എത്ര നേരം, അത് തണുത്താലും അതിൻ്റെ സോഫ്റ്റ്നെസ് അത്ര പെട്ടെന്ന് പോവില്ല എന്നുള്ളതാണ് കള്ളൊഴിച്ച് ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ പ്രത്യേകത. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല, നല്ല മയമാണ്. നിങ്ങൾക്ക് ഈ അപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് മയമുള്ള അപ്പമാണ്. അത് എനിക്കറിഞ്ഞുകൂടാ അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ വൺസ് ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രുചിയിലും നല്ല മയത്തിലും നമുക്ക് ഈ അപ്പം വിത്തൗട്ട് ഈസ്റ്റ് ആൻഡ് എന്താ പറയുക സോഡാപ്പൊടി ഒന്നും ചേർക്കാണ്ട് നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ മുറിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇതിനകമൊക്കെ നന്നായിട്ട് പൊങ്ങിയിരിക്കുന്നത്. പിന്നെ കള്ളം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അപ്പം നിങ്ങളത് നോക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്താ പറയുക, നമ്മൾ പലപ്പോഴും വേസ്റ്റാക്കി കളയുന്ന സാധനമാണ് നമ്മുടെ തേങ്ങാവെള്ളം എന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീരെ ഇച്ചിരി തേങ്ങാവെള്ളത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ല കേട്ടോ. മിനിമം ഒരു കപ്പ് തേങ്ങാവെള്ളമെങ്കിലും വേണം. അതുകൊണ്ട് നിങ്ങൾ 2-3 തേങ്ങ മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഏറെ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ കള്ളുണ്ടാക്കിയെടുക്കുക. ഈ കള്ളിൽ നിന്ന് നമുക്ക് വിനാഗിരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ എൻ്റെ കള്ളുണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ അതിനകത്ത് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് കാണുക. അത് ഒരുപാട് ആൾക്കാർ കാണുകയും രസകരമായ ഒരുപാട് കമൻറ്റ്സ് എനിക്കതിന് കിട്ടുകയും ചെയ്തൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് കുടിക്കാൻ പറ്റില്ല, കാരണം ഇതിന് വീര്യം കുറവാണ്. വീര്യം വേണ്ടിയവർ ഇതിൻ്റെ കൂട്ടത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റും കൂടെ ചേർത്തുണ്ടാക്കിയാൽ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന കള്ളുണ്ടാക്കിയെടുക്കാം. ഇനി വട്ടയപ്പം ഉണ്ടാക്കാനാണെങ്കിൽ പോലും ഈ സെയിം കള്ള് ഉപയോഗിച്ച് നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓളൊന്നും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയിലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ് മന കിച്ചൻ.